നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. നമ്മൾ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ പഠിച്ചു. അവിടെ ഒരു RC ഓസിലേറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് പാത്തിൽ വരുന്നത് ഒരു RC നെറ്റ്വർക്കുമാണ്. പക്ഷേ ഇവിടെ ഹാർട്ട്ലി ഓസിലേറ്റർ ഒരു LC ഓസിലേറ്റർ ആണ്. അറ്റ് ദ സെയിം ടൈം അതൊരു RF ഓസിലേറ്റർ ആണ്, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ് ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഒരു LC നെറ്റ്വർക്കാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ LC ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മളൊരു CE ആംപ്ലിഫയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ R1, R2, RE ഇത് ചേരുന്നതാണ് ഇവിടുത്തെ ഒരു CE ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ RCക്ക് പകരം ഇവിടെ ഒരു LC നെറ്റ്വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ L ഒരു സ്പ്ലിറ്റ് ഇൻഡക്ടർ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. L1, L2 ഒരു സെൻറ്റർ ടാപ്പ് സ്പ്ലിറ്റ് ഇൻഡക്ടർ ആയിട്ടാണ് VCCയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു കോമൺ എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്. സോ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫീഡ്ബാക്ക് പാത്തിലേക്കാണ്. ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഫീഡ്ബാക്ക് പാത്തിലേക്കാണ്. ഔട്ട്പുട്ട് ഫീഡ്ബാക്കിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ബേസിലേക്കാണ്. ഇങ്ങനെ ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ട് CB വഴിയാണ് ബേസിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് L1 എന്ന പാത്തിലൂടെയാണ്. അപ്പോൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് L2ൽ നിന്നാണ്. അതായത് കളക്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാർട്ട് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ ഇസ് എൻ RF ഓസിലേറ്റർ യൂസിങ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ വിത്ത് LC നെറ്റ്വർക്ക് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ആൻഡ് ഗിവ്സ് സിനുസോയിഡൽ ഔട്ട്പുട്ട്. അതായത് ഹാർട്ട്ലി ഓസിലേറ്റർ ഒരു RF ഓസിലേറ്റർ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു LC നെറ്റ്വർക്കാണ്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിനുസോയിഡൽ ഔട്ട്പുട്ടാണ്. ഇറ്റ് ഈസ് എ ലോ പ്രിസിഷൻ ഓസിലേറ്റർ യൂസ്ഡ് ഇൻ ഓഡിയോ ടോൺ ജനറേറ്റിംഗ് സർക്യൂട്ട്സ് ഫോർ കോഡ് പ്രാക്ടീസ്, ടെലിഫോൺ വർക്ക്സ് എക്സെട്ര. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ CE ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അതിനൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ബാക്കി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു LC നെറ്റ്വർക്കാണ്. ഫസ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു CE ആംപ്ലിഫയർ ആണ്. ബാക്കി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു LC നെറ്റ്വർക്കാണ്. സോ ഇവിടെ ഒരു ടോട്ടൽ ഓഫ് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബാർക്കോസൻ ക്രൈറ്റീരിയ പറയുന്നത് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π ആണ് ഇവിടുത്തെ ഫേസ് ഷിഫ്റ്റ് എന്നാണ് ബാർക്കോസൻ ക്രൈറ്റീരിയ വെച്ച് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CE ആംപ്ലിഫയർ വിത്ത് LC നെറ്റ്വർക്ക് ഇൻ ഫീഡ്ബാക്ക് പാത്ത്. The feedback is provided through L1 by using capacitor CB. The output is taken across L2. അതായത് ഇവിടെ L1ലൂടെയാണ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ടു ദ ഇൻപുട്ട് ഓഫ് ദ ആംപ്ലിഫയർ. അപ്പോൾ L1 CBയിലൂടെയാണ് ബേസിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ദ ഔട്ട്പുട്ട് ഇസ് ടേക്കൺ അക്രോസ് L2. L2ൻ്റെ അവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. CE ആംപ്ലിഫയർ പ്രൊവൈഡ്സ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. Another 180 degree phase shift is provided by LC network satisfying Barkhausen criteria. ഇവിടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു CE ആംപ്ലിഫയർ നെറ്റ്വർക്കാണ്. പിന്നെ ബാക്കി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു LC ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ്. അങ്ങനെ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് ഇവിടെ കിട്ടുന്നത്. ഇനി BJT ഓസിലേറ്ററും FET ഓസിലേറ്ററും കമ്പയർ ചെയ്താൽ ഹയർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് FET ഓസിലേറ്റേഴ്സ് ആണ്. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. FET ഓസിലേറ്റേഴ്സ് ആർ ബെറ്റർ ഡ്യൂ ടു ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി.
FET oscillators are better due to better frequency stability. ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഒരു BJT ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ആ ഒരു BJTക്ക് പകരം നമ്മളവിടെ FET വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇറ്റ് വിൽ ബി ഹൈലി സ്റ്റേബിൾ. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ഇതിൻ്റെ അനാലിസിസ് സിലബസിൽ പറയുന്നില്ല. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F is equal to 1/2 pi square root of L1 plus L2 into C. ഇതാണ് frequency of oscillation for Hartley oscillator. അപ്പോൾ L1ഉം L2ഉം എന്തൊക്കെയാണ് നമ്മൾ സർക്യൂട്ടിൽ കണ്ടായിരുന്നു. അതൊരു സെൻറ്റർ ടാപ്പ് കണക്ഷൻ ആയിരുന്നു. അതിൽ L1ൻ്റെയും L2ൻ്റെയും ഇടയ്ക്കൊരു കണക്ഷൻ VCCയിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ L1 ആൻഡ് L2 എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലാണ്. അപ്പോൾ ഫ്രീക്വൻസിയിലെ C എന്ന് പറയുന്നത്, ഈ ഒരു C എന്ന് പറയുന്നത് നമുക്കിവിടെ ഉണ്ടായിരുന്ന ആ ഒരു C ആണ്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഇവിടെ ഇത് കണക്റ്റഡ് ടു VCC. L1, L2, C. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ഒക്കെ. L1, L2 ആൻഡ് C. ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട്. ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ VF, ഇത് V0. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഫ്രീക്വൻസി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. പക്ഷേ അനാലിസിസ് നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരിക്കുക. കണ്ടീഷൻ ഫോർ ഓസിലേഷൻ കൂടി അറിഞ്ഞിരിക്കണം. അതിൻ്റെ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് അനാലിസിസ് ചെയ്യുന്നതിന് സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡലൊക്കെ വരച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ അതിൻ്റെ GM, Vπ ആ ഒരു ടേംസ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ അവിടെ ജസ്റ്റ് കണ്ടീഷൻ മാത്രം പറയാം. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. GM into R is greater than or equal to L2/L1. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തില്ലേ, R3 is equal to 2 R4 എന്നൊക്കെ ഡിറൈവ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ കേസിൽ നമുക്ക് ഈ കണ്ടീഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഡെറിവേഷൻ വേണ്ട, ജസ്റ്റ് ഈ കണ്ടീഷൻ മാത്രം നോട്ട് ചെയ്തേക്കാം. GM into R is greater than or equal to L2/L1. അപ്പോൾ L1 and L2 ആ സർക്യൂട്ടിൽ മാർക്ക് ചെയ്തേക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കണം. Or GM into R pi is greater than or equal to L1/L2. ഇവിടെ ഈ R എന്ന് പറയുന്നത് R includes transistor output resistance R0 and load resistance of the oscillator circuit. അവിടെ ഒരു സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് സർക്യൂട്ട് ഒക്കെ വരച്ചാൽ അതിൽ R എന്താണെന്നൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് R എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0യും ഓസിലേറ്ററിൻ്റെ ലോഡ് റെസിസ്റ്റൻസും ചേരുന്നതാണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്ററിൽ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം കണ്ടു, അതിൻ്റെ വേരിയസ് കമ്പോണൻസ് കണ്ടു, ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് കണ്ടു, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ കണ്ടു, പിന്നെ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ കണ്ടു. അപ്പോൾ ഇത്രയാണ് ഹാർട്ട്ലി ഓസിലേറ്ററിൽ നോക്കേണ്ടത്. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കോൾപിറ്റ് ഓസിലേറ്റർ നോക്കാം. താങ്ക് യു.